ഇനി ഒരു വിചിത്ര രോഗത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഭീതി പടർത്തുകയാണ് ഒരു അജ്ഞാത രോഗം. ഡിങ്ക ഡിങ്ക എന്നാണ് രോഗത്തിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നുന്നുണ്ടാകും അല്ലേ? എന്നാൽ ചികിത്സാ മാനദണ്ഡങ്ങളും മരുന്നുമില്ലാത്ത ഈ വിചിത്ര രോഗം ഉഗാണ്ടയെ പിടിച്ചുലയ്ക്കുകയാണ്. ഇന്ദുലേഖ രേണു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇതൊരു വിചിത്ര രോഗമാണ്. മരുന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? അതെ സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിങ്ക ഡിങ്ക എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായി തോന്നാം, അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരു കൗതുകമൊക്കെ തോന്നാം. പക്ഷേ ഇപ്പം ആഫ്രിക്കൻ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ അവരെ തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു രോഗമായി ഇത് മാറിയിരിക്കുകയാണ്. ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിന് അമിതമായ വിറയലുണ്ടാവുക, ഈ വിറയൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുക, അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. ഇങ്ങനെ പലതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഇതിനെ ഡിങ്ക ഡിങ്ക എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു വൈറസ് പരത്തുന്ന രോഗമാണ് എന്ന് മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ നിന്നാണെന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം എങ്ങനെ പകരുന്നു എന്നോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്യൂർ അല്ലെങ്കിൽ ഒരു മരുന്ന് കണ്ടെത്തുക എന്നത് ഇപ്പം ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അധികൃതർക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം പിടിപെട്ട ഒരാളെ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കും അല്ലെങ്കിൽ ഇയാൾക്ക് ഏത് തരത്തിലുള്ള മരുന്ന് നൽകുമെന്ന് ഒന്നും അറിയാതെ തന്നെ ഈ അധികൃതരൊക്കെ പകച്ചു നിന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ എത്തിപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതൊരു വൈറസ് പരത്തുന്ന രോഗമായത് തന്നെ യാതൊരു വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. കൊടുത്താൽ തന്നെ അതൊന്നും തന്നെ ശരീരത്തിൽ ഏൽക്കുകയുമില്ല. മാത്രമല്ല ഈ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് പണ്ട് നമ്മളൊക്കെ കേട്ടു മറന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ലോകത്തെ തന്നെ ഒന്ന് ഞെട്ടിപ്പിച്ച ഒരു അസുഖത്തെക്കുറിച്ച് നമുക്കൊക്കെ ഓർമ്മ വരും. അന്ന് 16-ാം നൂറ്റാണ്ടിൽ മധ്യ യൂറോപ്പൊക്കെ പ്ലേഗിൻ്റെ പിടിയിൽ പെട്ടിരുന്ന ഒരു സമയം 1518 ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അത് വെറും മാഞ്ഞുപോയ ഒരു ചരിത്രമായിട്ട് തന്നെ തോന്നാം. 1518 വിശുദ്ധ റോമൻ ഇതിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇന്നത്തെ ഫ്രാൻസിൽ അന്ന് സംഭവിച്ച ഒരസുഖമാണിത്. അന്ന് ഇത് പടർന്നു പിടിക്കുകയും അതിമാരകമായിട്ട് ആൾക്കാരെയൊക്കെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഒരസുഖമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ബലം നഷ്ടപ്പെടുക, അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, കടുത്ത പനി വരിക, വിറയലുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രദേശത്ത് കുറേ ആളുകൾക്ക് പനി വരുന്നു. പനി എന്ന് പറഞ്ഞാൽ കടുത്ത പനി. അവരുടെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. നൃത്തം ചെയ്യുന്നത് പോലെ തന്നെ ശരീരം അവർ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇവർക്ക് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ നൃത്തം ചെയ്യുന്നത് നിർത്താൻ സാധിക്കില്ല. പറഞ്ഞത് ഡാൻസിങ് പ്ലേഗ് എന്ന് പറയുന്ന ആ രോഗത്തെ പറ്റിയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. രോഗികൾ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഇതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ദു പറഞ്ഞത്. ശരി ഇന്ദു.